ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സ ഡയറി. അപ്പോൾ ഞാനിന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഏകദേശം 1 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കന് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിന് നമ്മൾ മസാല തേച്ച് വെക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓൾറെഡി വീട്ടിലുള്ളവരാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് അപ്പം ഉണ്ടാക്കിയാൽ മതി. അതല്ല നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിട്ടാലും മതി കേട്ടോ. എന്തായാലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. നമ്മൾ മസാല ബോക്സ് കണ്ടോ ഗേസ്, ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം മസാലയായിട്ട് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഒരു 2 ടീസ്പൂണിൽ ഇടുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി നമ്മൾ 1.5 ടീസ്പൂൺ ഇട്ടത് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. നമുക്ക് 1 കിലോ ചിക്കനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര മസാലകൾ അത്രയും കുറച്ചൊക്കെ മതി. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് മസാല കൂട്ടിയിടണം. പിന്നെ നമ്മൾ ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ടത്, അത് അല്പം ഇട്ട് മതി കേട്ടോ. കൂടുതലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്ത് ടേസ്റ്റ് വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഞെരടി മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലൊക്കെ നമ്മൾ മസാല എത്രത്തോളം നന്നായിട്ട് നമ്മൾ അതിൽ തേച്ച് പിടിപ്പിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റും കിട്ടും. കാരണം മസാല നന്നായി ഞെരടി പിടിപ്പിച്ചാൽ അതിനകത്ത് എല്ലാ പീസുകളിലോട്ടും നന്നായിട്ട് മസാലകളെല്ലാം പിടിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലാതെ മസാല നമ്മൾ ജസ്റ്റ് അങ്ങ് അത്രയും മസാല തേച്ച് പിടിപ്പിക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും അത് എത്തൂല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ലിവറാണെന്ന് പറയില്ല ചിക്കൻ്റെ, അത് ചിലർ കഴിക്കൂല കേട്ടോ. ആവശ്യമില്ലാത്തവർ അത് ഒഴിവാക്കിയാൽ മതി. എപ്പോഴും കഴിക്കുന്നവർക്കൊന്നും അതത്ര നല്ലതല്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇഷ്ടമുള്ളവർ എടുക്കാം, അല്ലാത്തവർ അത് ഒഴിവാക്കാം. അപ്പോൾ അതെല്ലാം മസാല തേച്ച് പിടിപ്പിച്ച സമയത്ത് നമ്മൾ ഉള്ളിയും തക്കാളി, അതായത് സവാള, തക്കാളി, വലിയ ഉള്ളിയാണ് കേട്ടോ, അത് നമ്മൾ അടുപ്പിലിട്ടിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കുറച്ചായതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം കുറച്ച് എടുത്തിട്ടുള്ള ഒരു തക്കാളി 1 ഉള്ളി മാത്രമാണ് നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിട്ടുള്ളത്. അതിനുശേഷം അത് അത്യാവശ്യം നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരണം, എന്നാലേ നമുക്ക് ഇതിലോട്ട് ഈ ചിക്കനിലോട്ട് നന്നായിട്ട് അങ്ങ് മിക്സായി വരുള്ളൂ. അപ്പോൾ അതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നമ്മൾ നന്നായി കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിടക്കുന്നത് എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ച് കൊടുക്കുക. ഇതിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയുന്നവരെ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ചിക്കനാണോ ബീഫാണോ എന്താണ് ഇഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിലും പറയാം. ഉണ്ടാക്കാൻ അറിയാത്ത ചിലപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ഉള്ള തുടക്കക്കാരൊക്കെ ഉണ്ടാകും, അവർക്കൊക്കെ ഇത് എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം ഒരു 10 മിനിറ്റ്. അപ്പോൾ അതെല്ലാം ആയപ്പോഴേക്ക് നമ്മുടെ കിച്ചണ് അത്യാവശ്യം നന്നായിട്ട് പാത്രങ്ങളെല്ലാം കഴുകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വേകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, പാത്രങ്ങളെല്ലാം കഴുകാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഇടാൻ കറിവേപ്പിലില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് പൊട്ടിച്ചെടുക്കാമല്ലോ. അപ്പോൾ രാത്രിയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിവേപ്പില പൊട്ടിക്കാനായിട്ട് വന്നതാണ് കേട്ടത്. കറിവേപ്പില ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ചിക്കൻ കറി ആണെങ്കിലും മീനാണെങ്കിലും എല്ലാത്തിലോട്ടും നമ്മൾ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എത്ര ഇടുന്നോ അത്രയും അതിനൊരു പ്രത്യേക മണവും ഒരു രുചിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറിവേപ്പില കൊണ്ടുവന്ന് നമ്മുടെ ചിക്കനിലോട്ടിട്ട് തുറന്ന് നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കനിൽ ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. മസാല തേച്ച സമയത്താണെങ്കിലും നമ്മൾ ഉള്ളി തക്കാളി പേസ്റ്റിലേക്ക് ഇട്ട സമയത്താണെങ്കിലും ഒന്നും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ തന്നെയുള്ള വെള്ളം അങ്ങനെ ഇറങ്ങി വരണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണ്ട, വെള്ളം ചേർക്കേണ്ട. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. എക്സ്ട്രാ വെള്ളം ചേർക്കണമെന്നില്ല. പിന്നെ കറി രൂപത്തിലാക്കുന്നവരാണെങ്കിൽ ഓക്കെ, വെള്ളം ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ കറി ആയിട്ടൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു ഗ്രേവി പരുവത്തിൽ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ.